ഹലോ എവരിവൺ, ഇന്നത്തെ ഈ വീഡിയോ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് മുന്നേ ചെയ്ത ഒരു വീഡിയോ ആണിത്. ഒരു സ്റ്റഡി വ്ളോഗായിട്ട് എടുത്തിട്ടുള്ളതാണ്. ബട്ട് ഈ വീഡിയോയിൽ കുറേ ഭാഗം മിസ്സായിപ്പോയിട്ടുണ്ടായിരുന്നു. മിസ്സായിപ്പോയി മീൻസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു ഡേ ഫുൾ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഈ വീഡിയോയിൽ എവിടേക്കോ എന്തൊക്കെയോ കുറേ ഭാഗങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റഡി വ്ളോഗാണ്. ഈ ഒരു ഡേ ഞാൻ മോർണിംഗിൽ ഒരു 8 o'clock ഒക്കെ ആയപ്പോഴാട്ടോ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. കാരണം എൻ്റെ അടുത്ത് കോമൺലി കമൻസിലൂടെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, എത്ര അവേഴ്സ് ഞാൻ ഡെയിലി ഉറങ്ങുമെന്നുള്ളത്. ഞാൻ പ്രോപ്പറായിട്ട് 6 hours പ്ലസ് ഡെയിലി ഉറങ്ങാറുണ്ട്. ഇപ്പോൾ 16 hours ഒക്കെ പഠിക്കുന്ന ഡേ ഞാൻ പ്രോപ്പറായിട്ട് 8 hours തന്നെ ഉറങ്ങി, അല്ലെങ്കിൽ കുറഞ്ഞതൊരു 6 hours ഉറങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞുള്ള ഡേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പം നോർമലി ഞാൻ രാവിലെ എണീറ്റ ഉടനെ തന്നെ റൂമിലിരുന്ന് തന്നെ ചെറുതായിട്ട് മെഡിറ്റേഷൻ ചെയ്യും. കാരണം ഇതൊന്നുമില്ലെങ്കിൽ എൻ്റെ മെൻ്റൽ ഹെൽത്ത് അത്ര സ്ട്രോങ് ആയിരിക്കില്ല. ഇപ്പം ജിമ്മിൽ പോവുകയാണെങ്കിൽ ഡെയിലി ഒരു 2 hours അതിന് വേണ്ടി ഞാൻ മാറ്റി വെക്കേണ്ടി വരും. ആ ഒരു സിറ്റുവേഷൻ എനിക്കിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. എക്സാമിനാണെങ്കിൽ വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. എല്ലാവരെയും പോലെ 12 hours ഒന്നും എനിക്ക് ഡെയിലി ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് തന്നെ കിട്ടത്തില്ല. അപ്പോൾ മാക്സിമം വീട്ടിലിരിക്കുന്ന ടൈമിൽ ഒരു 16 hours ഒക്കെ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. എല്ലാ ടൈമിലൊന്നും അതെന്നെ കൊണ്ട് നടക്കാറില്ല കേട്ടോ. ഇതുപോലെ രാവിലെ എണീറ്റ് ജസ്റ്റ് ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഫ്രഷായി ഫുഡ് കഴിച്ച് ബാക്ക് ടു വന്ന് ഇതുപോലെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാണ് നോർമലി ഉള്ള ഡേയ്സിൽ. എനിക്ക് പിന്നെ ഡ്യൂട്ടി ഉള്ള ടൈമിൽ എങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ടൈം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഷൂട്ട് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും അതിന് വോയിസ് ഓവർ കൊടുക്കാനൊന്നും എൻ്റെ കയ്യിൽ ടൈം കിട്ടാറില്ല. ഈ വീഡിയോ തന്നെ കുറച്ച് മുന്നേ ചെയ്തൊരു വീഡിയോ ആണ്. അതിൽ ഡെയിലി ഒരു 30 minutes ഒക്കെ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ഇടുന്നത്. ഫസ്റ്റിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് എപ്പോഴത്തെയും പോലെ ഒരു ടു ഡു ലിസ്റ്റ് മേക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഇനി കവർ ചെയ്യാനുള്ളത് എന്ന് ഒരു റിവിഷനിലോട്ടൊക്കെ ഞാൻ എത്തിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടൊന്നും എല്ലാ സബ്ജക്റ്റുകൾക്കും ഒന്നും എത്തിയിട്ടില്ല കേട്ടോ. അപ്പം ഞാനിപ്പം എഴുതിയ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോഴും ഓപ്ഷന് വേണ്ടി ഒരു ടൈം ഞാൻ മാറ്റി വെക്കാറുണ്ട്. എൻ്റെ ഓപ്ഷൻ്റെ ക്ലാസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാർച്ച് 2nd week വരെ അതുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് പഠിക്കാനിരുന്നപ്പം ഒരു 9 o'clock ആയിട്ടോ. ആ 9 o'clock തൊട്ട് ഞാൻ ഫസ്റ്റ് പഠിക്കാൻ പോണത് എൻവയൺമെൻ്റ് ആണ്. നേരത്തെ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് റിവിഷൻ പോലെ ജസ്റ്റ് ഒന്ന് ഈ പേജുകൾ ഫുള്ളൊന്ന് റീഡ് ചെയ്തിട്ട് മറന്നു പോകുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റ് അത്യാവശ്യം വാസ്റ്റായിട്ട് തന്നെ UPSCക്ക് വേണ്ടി പഠിക്കാനുണ്ട്. ഈവൻ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടും കുറേ ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. 787 പേജോളമുണ്ട്. ഇത് കാണുമ്പോൾ ഞാൻ ഭയങ്കര പാനിക്കാവും. ഇത് കവർ ചെയ്യാൻ പറ്റുമോ ചെറിയ ടൈമിനുള്ളിൽ? കാരണം ഒരു 2 days കൊണ്ട് മാക്സിമം ഇത് റീഡ് ചെയ്ത് തീർക്കുകയും വേണം. അങ്ങനെ ഫസ്റ്റ് തന്നെ ഫോറസ്റ്റ് ആപ്പ് യൂസ് ചെയ്തിട്ട് ഒരു 2 hours ഡീപ്പായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റിലേ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് 2 hours ഞാൻ എഴുന്നേൽറ്റ് എവിടെയും പോവാതിരിക്കാനോ കോളൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ടൈമറൊക്കെ വെച്ചിട്ട് ജസ്റ്റ് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ മാക്സിമം ഫ്ലാറ്റിലിരുന്ന് പഠിക്കാതെ റീഡിങ് റൂമിലും കൂടെ പോയി ടൈം കൊടുക്കുന്നുണ്ട്. കാരണം റീഡിങ് റൂമിൽ പോകുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ വരുമ്പോഴും പോകുമ്പോഴും അവിടെയും ടൈം കുറച്ച് പോയില്ലോ എന്ന് ഓർത്തിട്ടാണ് മാക്സിമം ഫ്ലാറ്റിൽ തന്നെ ഇരുന്ന് പഠിക്കുന്നത്. ഒരു 1 day 2 day ഒക്കെ മാക്സിമം നമുക്ക് സെയിം പ്ലേസിലിരുന്ന് ഇങ്ങനെ പഠിക്കാൻ പറ്റും. പിന്നെ കഴിയുമ്പോണ്ടല്ലോ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവും. പിന്നെ ബുക്സ് കാണുമ്പോഴേ നമുക്കത് പഠിക്കാനേ തോന്നത്തില്ല. നോർമലി എല്ലാവരുടെയും സിറ്റുവേഷൻ അങ്ങനെയൊക്കെ തന്നെ ആവും. പിന്നെ ഈ സബ്ജക്റ്റ് ഉണ്ടല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് ട്രൈ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായി ഇരുന്ന് തന്നെ ഞാൻ റീഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈവൻ എനിക്ക് അറിയുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ ഞാൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവില്ല. ഒരു 10 page വായിക്കുന്നത് ഞാൻ ജസ്റ്റ് എനിക്കറിയാമെങ്കിൽ കൂടുതൽ അത് റിവൈസ് ചെയ്യാനും ഞാൻ നിൽക്കാറില്ല.
കുറച്ച് കഴിഞ്ഞപ്പം ഇപ്പോൾ ഒരു 6 hours ഞാൻ കണ്ടിന്യൂസ് ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 6 hours കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നല്ലപോലെ ബേൺ ഔട്ടായി. പിന്നെ ഫുഡ് ആയിക്കോളെന്ന് ഓർത്തു. അങ്ങനെ ജസ്റ്റ് ഒരു 1 hour ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഞാൻ പഠിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ഓപ്ഷൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, ഞാൻ അതിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ CSATും ഓപ്ഷൻ്റെ ക്ലാസ്സും ഞാൻ ഒരുമിച്ചാട്ടോ നോക്കുന്നത്. അത് ഡെയിലി തന്നെ നോക്കാറുണ്ട്. അത് രണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്ക് ടു വന്നിട്ട് വീണ്ടും പഠിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. ആ ഒരു ഡേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കുറേ കാര്യം ഇതിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് വിട്ടുപോയിട്ടുണ്ടെന്ന്. ഇപ്പം വീട്ടിലിരിക്കുന്ന ഡേയ്സിൽ നോർമലി ഒന്നും ചെയ്യാറില്ല. ഈവൻ ഫുഡ് കഴിക്കാൻ തന്നെ പല ടൈമിലും മറന്നു പോകാറാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പഠിക്കുക, ജസ്റ്റ് റിവൈസ് ചെയ്യുക, അങ്ങനെ പ്രോപ്പറായിട്ടൊരു ടൈം ടേബിൾ വെച്ചിട്ടുണ്ട്. ഇന്ന ഡേയിൽ ഏത് സബ്ജക്റ്റ് പഠിക്കണം, കാരണം ടെസ്റ്റ് സീരീസ് നടക്കുന്നതുകൊണ്ട് അതനുസരിച്ചാണ് പോകുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രിലിംസിന് വേണ്ടി മാത്രമല്ല ഇപ്പോഴും പഠിക്കുന്നത്. ഈവൻ ഓപ്ഷണൽ ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഓപ്ഷണൽ മാത്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ പ്രോബ്ലംസും ചെയ്ത് വരുമ്പോഴത്തേക്ക് മോർ ടൈം എടുക്കാറുണ്ട്. അപ്പം അങ്ങനെ കുറേ ടൈം പോവാറുണ്ട്. ഈവൻ ഒരു 24 hours 12 hours പഠിക്കുകയാണെങ്കിൽ തന്നെ അതിലൊരു 3 hours ഓപ്ഷന് വേണ്ടിയാണ് ഇപ്പോഴും എൻ്റെ ടൈം പോകുന്നത്. ബാക്കിയുള്ള ടൈമാണ് പ്രിലിംസിന് വേണ്ടി കൊടുക്കുന്നത്. അതിൽ ഞാൻ കൂടുതൽ നോക്കുന്നത് നെക്സ്റ്റ് ടെസ്റ്റ് ഏതാണോ അതിനു വേണ്ടി പഠിക്കും. പ്ലസ് കറണ്ട് അഫേഴ്സ് മോർ ടൈം. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നോക്കുന്നൊരു കാര്യമാണ് കറണ്ട് അഫേഴ്സ്. പ്രിലിംസിലാണെങ്കിലും മെയിൻസിലാണെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മോർണിംഗിൽ ഒരു 8 o'clock ഞാൻ ഈ ഡേ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. എങ്കിൽ കൂടി ഐ തിങ്ക് ഒരു 12 hours+ ഞാൻ ഈ ഒരു ഡേ പഠിച്ചിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും നല്ലോണം പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.